വയനാട് കാട്ടിക്കുളം വെള്ളാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആൾ മരിച്ചു. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വനപാലകർ തുരത്തുന്നതിനിടയിലായിരുന്നു രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഈ കാട്ടാന ആക്രമണം നാട്ടുകാർ പ്രതിഷേധത്തിലാണ് അല്ലേ? തീർച്ചയായും മാനന്തവാടി സ്വദേശിയായ രാജുവാണ് മരണപ്പെട്ടിരിക്കുന്നത്. രാജുവിൻ്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴുള്ളത്. ഇവിടെ CPM പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധിക്കുകയാണ്. മൃതദേഹം വിട്ടു കൊടുക്കും മുന്നേ തന്നെ ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിക്കുന്നത്. നിലവിൽ രാജുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 14 ലക്ഷം രൂപ വരെ നൽകണമെന്നും കാട്ടാന നിരന്തരം ഇറങ്ങുന്ന നടപടിക്കെതിരെ സംഭവത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നിലവിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആന നേരത്തെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആനയെ തുരത്താൻ എത്തുകയായിരുന്നു. ആനയെ തുരത്തുന്നതിനിടെ ആന കാട്ടിലേക്ക് കയറി പോകുന്നതിനിടെ ഈ രാജു ഉൾപ്പെടെ നിൽക്കുന്ന ആളുകളുള്ള പ്രദേശത്തേക്ക് കൃഷിഭൂമിയിൽ എത്തുകയും രാജു ഉൾപ്പെടെ ഈ ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ആന തുടർന്ന് ചവിട്ടി രാജുവിന് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് മരണപ്പെടുകയായിരുന്നു. ഈ മേഖലയിൽ ഉൾപ്പെടെ ആനയുടെ ശല്യം രൂക്ഷമാണെന്ന് വനംവകുപ്പിന് ഉൾപ്പെടെ അറിയാമായിരുന്നു. എങ്കിൽ പോലും ശാശ്വതമായൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിവിധ ജില്ലകളിലായി 6 പേരാണ് ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ സർക്കാർ രംഗത്തെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത്. ഈ രാജുവിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. അനഘ, ഇതിനു മുൻപും ഇതുപോലെയുള്ള വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കാട്ടാന ശല്യം തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് ഈ വയനാട്ടിലും ഒക്കെ. അന്നത്തെ സർക്കാർ പല നടപടികളും എടുക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും കണ്ടില്ല. അന്ന് അതിനെ എതിർത്ത് നിന്നിരുന്ന, അതിനെതിരെ പ്രതിഷേധവുമായി വന്നിരുന്നവർ ഇന്ന് ഭരണപക്ഷത്താണ്. എന്താണ് ഇപ്പോഴത്തെ വനം വകുപ്പിൻ്റെ ഒരു നിലപാട്? എങ്ങനെയാണ്? നാട്ടുകാർ പ്രതിഷേധത്തിലാണല്ലോ. UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ വന്യജീവി ആക്രമണ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം നൽകുമെന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. വയനാടിൻ്റെ മന്ത്രിയായ T. സിദ്ദീഖ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. എങ്കിൽ തന്നെ ഇവർ അധികാരത്തിൽ വന്ന തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നതും ഈ മൂന്നിലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നതും. അന്നും ഉൾപ്പെടെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അന്ന് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്നാൽ പോലും സർക്കാരിന് പോലും ഒരു നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അനഘയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്.